ആഗോള രാഷ്ട്രീയത്തിൽ നിർണായകമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന ഒരു വാരത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. വാഷിംഗ്ടണിലെ അധികാര ഇടനാഴികളിൽ നിന്നും ടെഹ്റാനിലെ നയതന്ത്ര കേന്ദ്രങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ ആഗോള ക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയാണ്. പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീർ ഡൊണാൾഡ് ട്രംപിന് മുന്നിൽ ഒരു ചതിക്കുഴി ഒരുക്കുകയാണ്. മധ്യസ്ഥന്റെ മുഖംമൂടി അണിഞ്ഞ് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ പാകിസ്ഥാൻ കളിച്ച ഇരട്ടത്താപ്പ് ഇപ്പോൾ പുറത്തുവരികയാണ്. ഏപ്രിൽ 22 എന്ന നിർണായക സമയപരിധിക്ക് മുൻപ് പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതി ഉയരുന്നു. അതേസമയം കിഴക്ക് നിന്ന് ഇന്ത്യയിലേക്ക് ഒരു പുതിയ സാമ്പത്തിക വിപ്ലവം എത്തുകയാണ്. ചിപ്സ് മുതൽ കപ്പലുകൾ വരെ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റിന്റെ സന്ദർശനം ഭാരതത്തിന്റെ നിർമ്മാണ മേഖലയിൽ പുതിയ ചരിത്രം കുറിക്കുന്നു. യുദ്ധം പശ്ചിമേഷ്യയുടെ സാമ്പത്തിക സുരക്ഷാ കവചങ്ങളെ തകർക്കുമ്പോൾ ലോകം എങ്ങോട്ടാണ് നീങ്ങുന്നത്? വിശദമായി പരിശോധിക്കാം. വെൽക്കം ടു ലോക. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ ഇപ്പോൾ അതീവ ഗൗരവത്തോടെ കാണുന്ന ഒരു റെഡ് ഫ്ലാഗിനെ കുറിച്ചുള്ള വാർത്തയാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ വാർത്തകളിലെ താരം മറ്റാരുമല്ല, പാകിസ്ഥാൻ സൈനിക മേധാവി ജനറൽ അസീം മുനീറാണ്. ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ മുനീർ ഒരു വലിയ ചതിക്കുഴിയാണ്. അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായ ഇറാനുമായി മുനീറിനുള്ള രഹസ്യബന്ധങ്ങൾ ട്രംപിനെ വെട്ടിലാക്കുമോ? പരിശോധിക്കാം. ആഗോള രാഷ്ട്രീയത്തിലെ ചതുരംഗക്കളത്തിൽ ഇപ്പോൾ വലിയൊരു പുകില് നടക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ കത്തി നിൽക്കുന്ന ഈ വേളയിൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പേരാണ് പാകിസ്ഥാൻ ആർമി ചീഫ് ജനറൽ അസീം മുനീറിന്റേത്. എന്നാൽ വാഷിംഗ്ടണിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ അത്ര സുഖകരമല്ല. അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന പുതിയ മുന്നറിയിപ്പുകൾ പ്രകാരം ജനറൽ അസീം മുനീർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിന് ഒരു മുതൽക്കൂട്ടല്ല, മറിച്ച് വലിയൊരു ബാധ്യതയായി മാറിയേക്കാം എന്നാണ് സൂചന. ഇറാനുമായുള്ള അസീം മുനീറിന്റെ അതീവ രഹസ്യവും ദൃഢവുമായ ബന്ധങ്ങൾ അമേരിക്കയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് തിരിച്ചടിയായേക്കുമെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പാകിസ്ഥാനെ ഒരു വിശ്വസ്ത സഖ്യകക്ഷിയായി കാണുന്നതിൽ അമേരിക്കൻ ഭരണകൂടം പണ്ട് കാണിച്ച അതേ പിഴവ് ആവർത്തിക്കരുത് എന്ന കർശനമായ താക്കീതാണ് ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്നും ഉയരുന്നത്. ജനറൽ അസീം മുനീറിന്റെ ഇറാനുമായുള്ള ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2016-17 കാലഘട്ടത്തിൽ അദ്ദേഹം പാകിസ്ഥാന്റെ സൈനിക ഇന്റലിജൻസ് ഡയറക്ടർ ജനറലായിട്ട് സേവനം അനുഷ്ഠിക്കുമ്പോൾ തന്നെ ഇറാനിലെ ഉന്നത സൈനിക നേതൃത്വവുമായി അദ്ദേഹം അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നു. ഇറാന്റെ ഔദ്യോഗിക സൈന്യമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിനോടും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തോടും മുനീറിന് പ്രത്യേക താൽപര്യമുണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കൊല്ലപ്പെട്ട ഖുദ്സ് ഫോഴ്സ് കമാൻഡർ ഖാസിം സുലൈമാനി, നിലവിലെ IRGC കമാൻഡർ ഹൊസൈൻ സലാമി തുടങ്ങിയ ഇറാനിയൻ സൈന്യത്തിലെ അതിശക്തരായ വ്യക്തികളുമായിട്ട് മുനീറിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്നു എന്നത് അമേരിക്കൻ ഇന്റലിജൻസ് വൃത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു റെഡ് ഫ്ലാഗ്, അതായത് അപകട സൂചനയാണ്. അമേരിക്കയുടെ കണ്ണിലെ ഏറ്റവും വലിയ ശത്രുക്കളായ ഈ സൈനിക നേതൃത്വവുമായിട്ട് അടുപ്പം പുലർത്തുന്ന ഒരാൾക്ക് എങ്ങനെ അമേരിക്കയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ സാധിക്കുമെന്നതാണ് പ്രധാന ചോദ്യം. ട്രംപ് ഇറാനുമേൽ മാക്സിമം പ്രഷർ നയം പ്രയോഗിക്കുമ്പോൾ മുനീർ അതിൽ വെള്ളം ചേർക്കുമോ എന്നാണ് വാഷിംഗ്ടൺ നിരീക്ഷിക്കുന്നത്. അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ജനറൽ മുനീറിനെതിരെ നൽകുന്ന മുന്നറിയിപ്പുകൾക്ക് പിന്നിൽ പതിറ്റാണ്ടുകൾ നീണ്ട വഞ്ചനയുടെ ഒരു ചരിത്രവുമുണ്ട്. അഫ്ഗാനിസ്ഥാനിലെ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ അമേരിക്കയുടെ ഉറ്റ സുഹൃത്തായി നടിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാൻ താലിബാനെ സഹായിച്ച അനുഭവം അമേരിക്കയ്ക്കുണ്ട്. വടക്കൻ അഫ്ഗാനിസ്ഥാനിലെ പോരാട്ടങ്ങളിൽ അമേരിക്കൻ സൈന്യത്തെ സഹായിക്കാൻ പ്രതിബദ്ധത പ്രകടിപ്പിക്കുമ്പോഴും മറുവശത്ത് താലിബാന് സുരക്ഷിത താവളങ്ങളും ആയുധങ്ങളും നൽകിയത് പാകിസ്ഥാൻ സൈന്യമായിരുന്നു. ഈ ഇരട്ടത്താപ്പിന്റെ തുടർച്ചയായിട്ടാണ് മുനീറിന്റെ ഇപ്പോഴത്തെ നീക്കങ്ങളെയും വാഷിംഗ്ടൺ നിരീക്ഷിക്കുന്നത്. ഫൗണ്ടേഷൻ ഫോർ ഡിഫൻസ് ഓഫ് ഡെമോക്രസീസിലെ സീനിയർ ഫെലോ ബിൽ റോജിയോ വ്യക്തമാക്കുന്നത് പോലെ പാകിസ്ഥാനികളെ വിശ്വസിക്കുക എന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അപകടമാണ്. സുഹൃത്തുക്കളാണെന്ന് നടിച്ചുകൊണ്ട് തന്നെ അമേരിക്കയുടെ താൽപര്യങ്ങൾക്ക് വിരുദ്ധമായിട്ട് ഇറാനെ സഹായിക്കാൻ ജനറൽ മുനീർ മുതിരുമെന്നതാണ് ഭീതിയുടെ കാതൽ എന്ന് പറയുന്നത്. നിലവിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകളിൽ പാകിസ്ഥാൻ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഇറാൻ സന്ദർശിച്ച ആദ്യ വിദേശ നേതാവ് എന്ന നിലയിൽ ജനറൽ മുനീറിന് ഇറാനിയൻ ഭരണകൂടത്തിന്റെ വലിയ പിന്തുണയുമുണ്ട്. എന്നാൽ ഈ മധ്യസ്ഥത അമേരിക്കയ്ക്ക് ഗുണകരമാണോ അതോ ഇറാനെ ഉപരോധങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷിക്കാനുള്ള ഒരു മറയായിട്ടാണോ എന്നുള്ളതാണ് സംശയം. ട്രംപ് ഭരണകൂടം ഇറാനുമേൽ മാക്സിമം പ്രഷർ എന്ന നയം തുടരാൻ ആഗ്രഹിക്കുമ്പോൾ അതിനിടയിൽ പാകിസ്ഥാൻ നടത്തുന്ന ഇത്തരം ഇടപെടലുകൾ ഉപരോധങ്ങളുടെ ശക്തി കുറയ്ക്കുകയുള്ളൂ. ഇറാന്റെ ഇന്റലിജൻസ് ആവശ്യങ്ങൾക്കായിട്ട് മുനീർ തന്റെ പദവി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന് പാകിസ്ഥാനിലെ തന്നെ വിരമിച്ച സൈനിക ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മുനീർ തന്റെ ഇറാനിയൻ ബന്ധങ്ങൾ ഉപയോഗിച്ച് ഇറാന് ഗുണകരമായ രീതിയിൽ നയതന്ത്ര വിവരങ്ങൾ ചോർത്തി നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല.
ഇനി ഡൊണാൾഡ് ട്രംപിന് ജനറൽ മുനീറിനോട് ഒരു പ്രത്യേക താല്പര്യമുള്ളതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ട്രംപ് അദ്ദേഹത്തെ ഫീൽഡ് മാർഷൽ എന്നും പ്രിയങ്കരനായ സുഹൃത്ത് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു രാഷ്ട്രത്തലവന്റെ വ്യക്തിപരമായ ഇഷ്ടങ്ങൾ രാജ്യത്തിന്റെ സുരക്ഷാ താല്പര്യങ്ങളെ ബാധിക്കരുത് എന്നാണ് അമേരിക്കൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ വാദിക്കുന്നത്. ട്രംപിന്റെ നയതന്ത്ര ശൈലി പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇത് മുതലെടുത്ത് തന്റെ ഇറാൻ അനുകൂല അജണ്ടകൾ നടപ്പിലാക്കാൻ മുനീറിന് എളുപ്പത്തിൽ സാധിച്ചേക്കും. ഇറാനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കുന്ന ട്രംപ് ടീമിലെ മറ്റംഗങ്ങൾക്കും ജനറൽ മുനീറിനെ വിശ്വസിക്കാൻ പ്രയാസമുണ്ടാകും. ട്രംപ് ഭരണകൂടത്തിന്റെ വിദേശ നയത്തെ വിഭജിക്കാനുള്ള ഒരു കരുവായും മുനീർ മാറിയേക്കാം. മുനീറിന്റെ ഈ ഇറാൻ ബന്ധം അമേരിക്കയെ മാത്രമല്ല ഇന്ത്യയെ സംബന്ധിച്ചും വലിയൊരു റെഡ് ഫ്ലാഗ് ആണ്. പാകിസ്ഥാനും ഇറാനും സൈനികമായി കൂടുതൽ അടുത്താൽ അത് മേഖലയിലെ സുരക്ഷയെ സാരമായിട്ട് ബാധിക്കും. കൂടാതെ പശ്ചിമേഷ്യയിലെ ഷിയ സ്വാധീനമുള്ള രാജ്യങ്ങളുമായി പാകിസ്ഥാൻ പുലർത്തുന്ന അടുപ്പം സുന്നി അറബ് രാജ്യങ്ങളുമായുള്ള ബന്ധത്തെ എങ്ങനെ ബാധിക്കുമെന്നതും ശ്രദ്ധേയമാണ്. അമേരിക്കയുടെ സഖ്യകക്ഷികളായ സൗദി അറേബ്യയും UAEയും പാകിസ്ഥാന്റെ ഈ ഇറാൻ അനുകൂല നിലപാടിനെ എങ്ങനെ കാണുന്നു എന്നത് വളരെ നിർണായകമാണ്. ഇറാനുമായുള്ള സഖ്യം വഴി പാകിസ്ഥാൻ കൂടുതൽ കരുത്തുറ്റതാകുന്നത് ഇന്ത്യക്കെതിരെയുള്ള അവരുടെ പ്രോക്സി വാർസ്, നിഴൽ യുദ്ധങ്ങൾക്ക് പുതിയൊരു എനർജി നൽകാൻ സാധ്യതയുണ്ട്. അമേരിക്കൻ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ ഈ ഭീഷണികളെയും കണക്കിലെടുക്കുന്നുണ്ട്. കൂടാതെ ചൈന കൂടി ഈ സഖ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നീക്കങ്ങൾക്ക് അത് വെല്ലുവിളിയാകും. ഇന്ത്യക്കെതിരെയുള്ള പ്രോക്സി വാറുകളിൽ ഇറാനിയൻ പിന്തുണ കൂടി പാകിസ്ഥാൻ നേടിയെടുത്താൽ അത് ഗുരുതരമായ പ്രശ്നമാകും. മുനീർ എന്ന സൈനിക മേധാവി പാകിസ്ഥാന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ മാത്രമല്ല അന്താരാഷ്ട്ര നയതന്ത്രത്തിലും നിർണായക സ്വാധീനമായി മാറിയിരിക്കുന്നു. എന്നാൽ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ നിൽക്കുന്ന മുനീറിന്റെ രണ്ട് തോണിയിലുള്ള യാത്ര അധികകാലം തുടരാനാകില്ല. ട്രംപ് ഭരണകൂടം മുനീറിന്റെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാകും നിരീക്ഷിക്കുക. പാകിസ്ഥാൻ എന്ന രാജ്യത്തെ വിശ്വസിക്കുന്നതിനേക്കാൾ വലിയ അപകടം അതിന്റെ സൈനിക മേധാവിയെ കണ്ണടച്ച് വിശ്വസിക്കുന്നതാണെന്ന മുന്നറിയിപ്പാണ് ഫോക്സ് ന്യൂസ് ഉൾപ്പെടെയുള്ളവർ പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത്. തന്ത്രപരമായ നയതന്ത്രം എന്നത് സത്യസന്ധമായ സഖ്യങ്ങളിലാണ് അധിഷ്ഠിതമാകേണ്ടത്. വഞ്ചനയുടെയും ഒളിച്ചുകളിയുടെയും ചരിത്രമുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരാൾക്ക് ട്രംപ് ഭരണകൂടം നൽകുന്ന അമിത പ്രാധാന്യം അമേരിക്കയുടെ മധ്യേഷ്യൻ നയങ്ങളെ തകിടം മറിച്ചേക്കാം. ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നയതന്ത്രം എന്നത് പലപ്പോഴും വ്യക്തിപരമായ ബന്ധങ്ങളാണ്. മുനീറുമായി നേരിട്ട് സംസാരിക്കാനും ഡയറക്റ്റ് കോൺടാക്ട് പുലർത്താനും ട്രംപ് താല്പര്യം കാണിക്കുന്നുമുണ്ട്. കഴിഞ്ഞ വർഷം വൈറ്റ് ഹൌസിൽ മുനീറിനായി ട്രംപ് വിരുന്നൊരുക്കിയത് നമ്മൾ കണ്ടതാണ്. എന്നാൽ തന്റെ ടീമിലെ മറ്റ് ഉദ്യോഗസ്ഥരുടെ മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നത് ട്രംപിന് വലിയൊരു രാഷ്ട്രീയ ബാധ്യതയായേക്കാം. മുനീർ തന്റെ പദവി ഉപയോഗിച്ച് ഇറാന് വിവരങ്ങൾ ചോർത്തി നൽകാനുള്ള സാധ്യതയും ഇന്റലിജൻസ് തള്ളിക്കളയുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞതുപോലെ ജനറൽ അസീം മുനീർ എന്ന വ്യക്തി ഇപ്പോൾ രണ്ട് തോണിയിലാണ് യാത്ര ചെയ്യുന്നത്. ഒരു വശത്ത് ട്രംപിന്റെ ഫേവറേറ്റ് ഫീൽഡ് മാർഷൽ, മറുവശത്ത് ഇറാന്റെ വിശ്വസ്തനായ സുഹൃത്ത്. ഈ ഇരട്ടത്താപ്പ് അധികകാലം കൊണ്ടുപോകാൻ മുനീറിന് കഴിയില്ല. ചുവന്ന കൊടികൾ ഉയർന്നു കഴിഞ്ഞു. 2026 ഈ നിർണായക സന്ധിയിൽ ട്രംപ് ഭരണകൂടം ഈ ചതിക്കുഴിയിൽ വീഴുമോ അതോ അമേരിക്കൻ ഇന്റലിജൻസ് നൽകുന്ന റെഡ് ഫ്ലാഗ് കണ്ട് ജാഗ്രത പാലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. അമേരിക്കയുടെ ദേശീയ സുരക്ഷാ താൽപര്യങ്ങളും വ്യക്തിപരമായ സൗഹൃദങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ആര് വിജയിക്കുമെന്ന് പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾ നിശ്ചയിക്കും. ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ആ സുപ്രധാന തീയതിയിലേക്ക് ഇനി കഷ്ടിച്ച് 48 മണിക്കൂർ മാത്രം. അതെ, ഏപ്രിൽ 22-ന് ഈ ഒരു 2 ആഴ്ചത്തെ വെടിനിർത്തൽ കാലാവധി അവസാനിക്കുകയാണ്. പക്ഷേ സമാധാനം ഉണ്ടാകുന്നതിന് പകരം കാര്യങ്ങൾ കൂടുതൽ വഷളാവുകയാണ് ചെയ്യുന്നത്. ഇറാൻ അമേരിക്ക ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാന്റെ വിശ്വസ്തത ഇപ്പോൾ വലിയ ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഇറാനിയൻ സ്പീക്കർ ഗാലിബാഫ് ഇന്ന് നടത്തിയ വെളിപ്പെടുത്തലുകൾ കേട്ടാൽ ആരും ഞെട്ടും. പാകിസ്ഥാൻ വാസ് മിസ്ലീഡിംഗ് അസ് എന്നാണ് അദ്ദേഹം പരോക്ഷമായി പറഞ്ഞിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഇസ്ലാമാബാദിൽ നടന്നത്? 2 ആഴ്ച മുൻപ് ഏപ്രിൽ 8-നാണ് പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. അസീം മുനീർ എന്ന ഫീൽഡ് മാർഷൽ ഇതിന്റെ വലിയ ക്രെഡിറ്റും എടുത്തു. എന്നാൽ 21 മണിക്കൂർ നീണ്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ ഇപ്പോൾ പറയുന്നത് പാകിസ്ഥാൻ മധ്യസ്ഥനായി നിന്നപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയി എന്നാണ്. 2 രാജ്യങ്ങൾക്കും 2 തരത്തിലുള്ള കരാർ രേഖകളാണ് പാകിസ്ഥാൻ നൽകിയതെന്ന ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ സൗഹൃദങ്ങൾക്കും ശത്രുതകൾക്കും അപ്പുറം താൽപര്യങ്ങൾക്കാണ് മുൻതൂക്കം. 2026 ഏപ്രിൽ 22 എന്ന നിർണായകമായ വെടിനിർത്തൽ സമയപരിധിയിലേക്ക് ലോകം ഉറ്റുനോക്കുമ്പോൾ ഇറാനും US-ഉം തമ്മിലുള്ള കോൾഡ് വാറിന് അയവ് വരുത്താൻ ശ്രമിച്ച മധ്യസ്ഥ ചർച്ചകൾ ഇപ്പോൾ പുതിയൊരു വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്.
ഇറാൻ അമേരിക്ക ചർച്ചകളിൽ മധ്യസ്ഥനായി നിന്ന പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ സമാധാനത്തിനായുള്ള പാലമാണോ പണിതത്, അതോ ഇരു രാജ്യങ്ങളെയും തെറ്റായ വഴിയിലൂടെ നയിക്കുകയായിരുന്നു എന്ന ചോദ്യമാണ് ഇപ്പോൾ ആഗോള നയതന്ത്ര വിദഗ്ധർക്കിടയിൽ ചർച്ചയാകുന്നത്. തെഹ്റാന്റെ ഭാഗത്തു നിന്നുണ്ടായ പുതിയ വെളിപ്പെടുത്തലുകൾ സമാധാന ചർച്ചകളെ മറ്റൊരു തലത്തിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കാനായിട്ട് ഇസ്ലാമാബാദ് ആസ്ഥാനമായി നടന്ന ചർച്ചകൾ ഒരു പരാജയമായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇറാനിയൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫിന്റെ പ്രസ്താവനകൾ വരുന്നത്. വെടിനിർത്തൽ നീട്ടുന്നതിനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന 21 മണിക്കൂർ നീണ്ട ചർച്ചകൾ ഒരു വഴിത്തിരിവിലും എത്തിയില്ല. ഈ പരാജയത്തിന് പിന്നിൽ മധ്യസ്ഥത വഹിച്ച പാകിസ്ഥാന്റെ പങ്ക് സംശയനിഴലിലാണ്. സമാധാന ചർച്ചകൾക്ക് വ്യക്തത നൽകുന്നതിന് പകരം അവ തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കാനാണ് ഉപകരിച്ചത് എന്ന ഗാലിബാഫിന്റെ വാക്കുകൾ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നയതന്ത്ര പ്രഹരമാണ്. മധ്യസ്ഥത വഹിക്കുന്ന ഒരു രാജ്യം സത്യസന്ധത പുലർത്തുന്നില്ല എന്ന സൂചന വരുമ്പോൾ അത് ആ രാജ്യത്തിന്റെ അന്താരാഷ്ട്ര വിശ്വാസ്യതയാണ് ബാധിക്കുന്നത്. ഇറാന്റെ അറ്റോമിക് പ്രോഗ്രാംസ് അതുപോലെ ഹോർമുസ് കടലിടുക്കിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും പരിഹരിക്കപ്പെടാതെ തുടരുന്നത് ഈ മേഖലയിൽ വലിയൊരു യുദ്ധത്തിന്റെ ഭീതി നിലനിർത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പാകിസ്ഥാൻ സ്വീകരിച്ച നിലപാടുകൾ അമേരിക്കയെയും ഇറാനെയും രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലേക്ക് നയിച്ചു എന്നാണ് സൂചനകൾ. മധ്യസ്ഥൻ എന്ന നിലയിൽ സമാധാനത്തിന് ശ്രമിക്കേണ്ട പാകിസ്ഥാൻ തങ്ങളുടെ പ്രാദേശിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ചർച്ചകളെ വഴിതിരിച്ചു വിട്ടു എന്നതാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന സംശയം. ലെബനൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ പാകിസ്ഥാൻ ഇറാനും അമേരിക്കയ്ക്കും വ്യത്യസ്തമായ കരാർ രേഖകൾ നൽകിയെന്ന ആരോപണം ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു. നയതന്ത്ര ലോകത്ത് മധ്യസ്ഥൻ എന്നത് ഒരു സന്ദേശവാഹകനാണ്. എന്നാൽ ആ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അതിൽ മാറ്റങ്ങൾ വരുത്തിയാൽ അത് വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കും. ഇസ്ലാമാബാദിൽ നടന്ന ചർച്ചകളിൽ സംഭവിച്ചത് ഇതാണോ എന്ന് ലോകം ചോദിക്കുകയാണ്. പാകിസ്ഥാൻ സ്വയം ഒരു നിഷ്പക്ഷ പാലമായി വിശേഷിപ്പിച്ചെങ്കിലും ഇറാൻ അതിനെ കാണുന്നത് സംശയത്തോടെയാണ്. പരോക്ഷമായ ചർച്ചകളിൽ പലപ്പോഴും കാര്യങ്ങൾ കൃത്യമായിട്ട് കൈമാറാൻ സാധിക്കാതെ വരികയും അത് ആസ്തികൾ വിട്ടുകൊടുക്കുന്നത് പോലെയുള്ള നിർണായക വിഷയങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുകയും ചെയ്തുവെന്ന് ഗാലിബാഫ് തുറന്നടിക്കുന്നു. ഇത് പാകിസ്ഥാന്റെ നയതന്ത്ര ശേഷിക്കുമേലുള്ള കടുത്ത വിമർശനമാണ്. യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർച്ച നേരിടുന്ന പാകിസ്ഥാൻ അമേരിക്കയുടെയും ഇറാന്റെയും ഇടയിൽ ഒരു മധ്യസ്ഥനായി വേഷമിട്ടത് തങ്ങളുടെ അന്താരാഷ്ട്ര മൂല്യം വർദ്ധിപ്പിക്കാനായിരുന്നു. എന്നാൽ ചർച്ചകൾ പരാജയപ്പെട്ടതോടെ പാകിസ്ഥാന്റെ ഈ നീക്കം തിരിച്ചടിയായി. മധ്യസ്ഥൻ എന്ന നിലയിൽ ഇരുപക്ഷത്തോടും ഒരേ കാര്യം പറയാതെ ഓരോരുത്തർക്കും താല്പര്യമുള്ള രീതിയിലുള്ള രേഖകൾ നൽകിയത് നയതന്ത്രത്തിലെ വലിയൊരു ചതിയായിട്ട് കണക്കാക്കപ്പെടുന്നു. ഇത്തരം നീക്കങ്ങൾ ഭാവിയിൽ പാകിസ്ഥാനെ ആഗോള ചർച്ചകളിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ കാരണമായേക്കാം. മധ്യസ്ഥന്മാരെ ഒഴിവാക്കി നേരിട്ട് ചർച്ചകൾ നടത്തുമ്പോഴാണ് കൂടുതൽ വ്യക്തത ഉണ്ടാകുന്നതെന്ന ഗാലിബാഫിന്റെ പ്രസ്താവന പരോക്ഷമായി പാകിസ്ഥാന്റെ ഇടപെടലുകളെ തള്ളിക്കളയുന്നതാണ്. നേരിട്ടുള്ള സംഭാഷണങ്ങളിൽ ഞങ്ങൾക്ക് വ്യക്തമായ പരസ്പര ധാരണയിലെത്താൻ കഴിഞ്ഞുവെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ പാകിസ്ഥാൻ വഴി നടന്ന ചർച്ചകൾ എത്രത്തോളം അവ്യക്തമായിരുന്നുവെന്ന് വെളിപ്പെടുത്തുന്നു. പലപ്പോഴും മധ്യസ്ഥന്മാരുമായുള്ള ചർച്ചകളിൽ സന്ദേശങ്ങൾ കൈമാറുമ്പോൾ അവയുടെ തീവ്രത കുറയുകയോ അല്ലെങ്കിൽ തെറ്റായുള്ള രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയോ ചെയ്യാറുണ്ട്. ഇവിടെ പാകിസ്ഥാൻ മനഃപൂർവ്വമാണോ അതോ അറിവില്ലായ്മ കൊണ്ടാണോ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കിയത് എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. സൈനിക ശക്തി ഉപയോഗിച്ച് ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന് ബോധ്യമായപ്പോഴാണ് അമേരിക്ക പരോക്ഷമായ ചർച്ചകൾക്ക് മുതിർന്നത് എന്ന ഇറാന്റെ അവകാശവാദം ശ്രദ്ധേയമാണ്. ഇതിനർത്ഥം ഇറാൻ ചർച്ചാ മേശയിലേക്ക് എത്തിയത് തങ്ങളുടെ ശക്തി ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. ഇത്രയും വലിയൊരു ചർച്ചയുടെ ഇടയിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായ പാളിച്ചകൾ വളരെ ഗൗരവകരമാണ്. നയതന്ത്രത്തിൽ ഓരോ വാക്കിനും വലിയ അർത്ഥങ്ങളുണ്ട്. ആ വാക്കുകൾ മാറ്റം വരുത്തി അവതരിപ്പിക്കുന്നത് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിലേക്ക് വരെ നയിച്ചേക്കാം. പാകിസ്ഥാന്റെ ഇടപെടൽ കൊണ്ട് സമാധാന പ്രക്രിയയെ സഹായിക്കുന്നതിന് പകരം കൂടുതൽ സങ്കീർണമാക്കിയെന്ന കാര്യത്തിൽ തെഹ്റാനിൽ കടുത്ത അസംതൃപ്തിയുണ്ട്. ഇറാൻ വെടിനിർത്തലിന് തയ്യാറായത് അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടല്ല, മറിച്ച് തങ്ങളുടെ നിബന്ധനകൾ അംഗീകരിക്കപ്പെട്ടത് കൊണ്ടാണ് എന്ന ഗാലിബാഫിന്റെ വാദം തെഹ്റാന്റെ കർക്കശമായ നിലപാടിനെ സൂചിപ്പിക്കുന്നു. നയതന്ത്ര മേഖലയിൽ കീഴടങ്ങുന്ന പ്രശ്നമില്ലെന്നും ദേശീയ താൽപര്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യപ്പെടില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. വെടിനിർത്തൽ എന്നത് ഒരു നയപരമായ തീരുമാനമാണെന്നും അത് ബലഹീനതയല്ല എന്നും ഇറാൻ ലോകത്തോട് പറയുകയാണ്. ഇത്തരം ഒരു ഉറച്ച നിലപാടുള്ള രാജ്യത്തോട് ചർച്ചകൾ നടത്തുമ്പോൾ മധ്യസ്ഥൻ അതീവ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നു. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ മധ്യേഷ്യയിലെ തങ്ങളുടെ സ്വാധീനം നിലനിർത്താൻ ആവശ്യമാണ്. എന്നാൽ പാകിസ്ഥാന്റെ ഡബിൾ ഗെയിം അമേരിക്കയെയും പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. മധ്യസ്ഥൻ ഇരു രാജ്യങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് ബോധ്യപ്പെട്ടാൽ അത് അമേരിക്കയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തെയും ബാധിക്കും. സമാധാന ചർച്ചകൾക്ക് സഹായം നൽകുന്നതിന്
പകരം അവയെ കുഴപ്പത്തിലാക്കുകയാണ് പാകിസ്ഥാൻ ചെയ്തതെന്ന ഇറാന്റെ നിലപാട് മറ്റു പ്രാദേശിക രാജ്യങ്ങളെയും മാറ്റി ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കും. ഏപ്രിൽ 22 എന്ന അവസാന തീയതി അടുക്കുംതോറും നയതന്ത്ര ലോകം പുതിയ നീക്കങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. പാകിസ്ഥാന്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെട്ടതോടെ വരും ദിവസങ്ങളിൽ ഇറാനും അമേരിക്കയും നേരിട്ടുള്ള ചർച്ചകളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയും വർദ്ധിച്ചു. മധ്യസ്ഥന്മാർ സമാധാനത്തിന്റെ പര്യായങ്ങളാകേണ്ടതിന് പകരം തങ്ങളുടെ വ്യക്തിപരമായ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്തരം ചർച്ചകൾ പരാജയപ്പെടുക സ്വാഭാവികമാണ്. ഇറാന്റെ ആരോപണങ്ങൾ പാകിസ്ഥാൻ നിഷേധിച്ചേക്കാമെങ്കിലും ഗാലിബാഫിന്റെ പ്രസ്താവനകൾ സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. സമാധാനത്തിനായുള്ള പാതകൾ എപ്പോഴും സുതാര്യമായിരിക്കണം. അവിടെ നിഴലുകൾ വീഴ്ത്തുന്ന മധ്യസ്ഥന്മാർ ശരിക്കും വിശ്വാസ്യതയുടെ കടക്കലാണ് കത്തിവെക്കുന്നത്. ഇറാൻ ഇപ്പോൾ പാകിസ്ഥാനെ ഒരു വഴിതെറ്റിക്കുന്നവനായിട്ടാണ് കാണുന്നത് എങ്കിൽ അതിന് വ്യക്തമായ കാരണങ്ങൾ ഉണ്ടാകാം. ഈ നയതന്ത്ര നാടകം അവസാനിക്കുന്നത് എവിടെയായിരിക്കുമെന്ന് വരും ദിവസങ്ങൾ തെളിയിക്കും. ഒരു കാര്യം ഉറപ്പാണ്, വരും കാലങ്ങളിൽ വലിയ ശക്തികൾ തമ്മിലുള്ള ചർച്ചകളിൽ മൂന്നാം കക്ഷികളുടെ ഇടപെടലുകൾക്ക് ഇറാൻ കടുത്ത നിബന്ധനകൾ വെക്കാൻ ഈ സംഭവം കാരണമാകും. ഇറാൻ അമേരിക്ക ബന്ധം ലോക സമാധാനത്തിന് വളരെ നിർണായകമാണ്. അവിടെ മധ്യസ്ഥനായി വന്ന പാകിസ്ഥാന്റെ പരാജയം ശരിക്കും ദക്ഷിണേഷ്യൻ നയതന്ത്രത്തിൽ വലിയൊരു വിള്ളലാണ് വീഴ്ത്തിയിരിക്കുന്നത്. തെറ്റായ സന്ദേശങ്ങളും അപൂർണമായ വിവരങ്ങളും കൈമാറിക്കൊണ്ട് ചർച്ചകളെ അലങ്കോലമാക്കിയത് പാകിസ്ഥാന്റെ വലിയൊരു നയതന്ത്ര വീഴ്ചയാണ്. ഇനി നേരിട്ടുള്ള ചർച്ചകളിലൂടെ മാത്രമേ ഇരു രാജ്യങ്ങൾക്കും ഒരു വ്യക്തമായ ധാരണയിലെത്താൻ സാധിക്കൂ. ഏപ്രിൽ 22 ബുധനാഴ്ച, അന്നറിയാം ലോകം ഒരു മഹായുദ്ധത്തിലേക്ക് നീങ്ങുമോ അതോ അവസാന നിമിഷം എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിക്കുമോ എന്ന്. അമേരിക്കയും ഇറാനും എത്രത്തോളം സുതാര്യമായി പരസ്പരം സംസാരിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ. പാകിസ്ഥാന്റെ ഈ അനുഭവത്തിൽ നിന്ന് നയതന്ത്ര ലോകത്തിന് പഠിക്കാൻ ഒരു വലിയ പാഠമുണ്ട്. സത്യസന്ധതയില്ലാത്ത മധ്യസ്ഥത യുദ്ധത്തെക്കാൾ അപകടകരമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ നാടകത്തിൽ പാകിസ്ഥാന്റെ വിശ്വാസ്യത പാടെ തകർന്നിരിക്കുകയാണ്. സമാധാനത്തിന്റെ പാലം ഉണ്ടാക്കേണ്ടവൻ ചതിയുടെ കുഴി തോണ്ടിയാൽ അതിന്റെ ഫലം ലോകം മുഴുവൻ അനുഭവിക്കേണ്ടി വരും. ഏപ്രിൽ 20 എന്ന ഈ തീയതി ഇന്ത്യയുടെ നയതന്ത്ര ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ് ഇന്ത്യയിൽ വന്നത് വെറും ഒരു സന്ദർശനത്തിനല്ല, മറിച്ച് ഇന്ത്യയെ ലോകത്തിന്റെ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള വലിയൊരു പ്ലാനുമായിട്ടാണ്. ഹൈദരാബാദ് ഹൌസിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് ലീയും നടത്തിയ ചർച്ചകൾക്ക് ശേഷം പുറത്തുവന്ന തീരുമാനങ്ങൾ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഫ്രം ചിപ്സ് ടു ഷിപ്സ്, ഇതാണ് ഇരുവരും മുന്നോട്ട് വെച്ച പുതിയ മുദ്രാവാക്യം. എന്തുകൊണ്ടാണ് ഈ സന്ദർശനം ഇത്രയും സ്പെഷ്യൽ ആകുന്നത്? കഴിഞ്ഞ 8 വർഷത്തിനിടെ ഒരു കൊറിയൻ പ്രസിഡന്റ് ഇന്ത്യ സന്ദർശിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കൊറിയയുടെ രാഷ്ട്രീയത്തിൽ വലിയൊരു മാറ്റം വന്നതിന് ശേഷമുള്ള ഈ ഒരു സന്ദർശനത്തെ സ്ട്രാറ്റജിക് റീസെറ്റ് എന്നാണ് വിദഗ്ധർ വിശേഷിപ്പിക്കുന്നത്. മോദിജി പറഞ്ഞതുപോലെ ജനാധിപത്യ മൂല്യങ്ങളും വിപണി സമ്പദ് വ്യവസ്ഥയും നിയമവാഴ്ചയും എല്ലാം ഇരു രാജ്യങ്ങളുടെയും DNA ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ബന്ധം വെറും ഒരു കച്ചവടമല്ല, മറിച്ചൊരു സുസ്ഥിരമായ വിശ്വാസമാണ്. നമ്മുടെ സ്മാർട്ട് ഫോണുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ പ്രവർത്തിക്കാൻ വേണ്ട സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ ലോകത്തെ രാജാക്കന്മാരാണ് ദക്ഷിണ കൊറിയ. എന്നാൽ ചൈനയുമായുള്ള സംഘർഷം കാരണം അവർക്കൊരു സുരക്ഷിതമായ സപ്ലൈ ചെയിൻ ആവശ്യമാണ്. ഇവിടെയാണ് ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള ഡിജിറ്റൽ ബ്രിഡ്ജ് എന്ന ആശയം പ്രസക്തമാകുന്നത്. സാംസങ്, SK ഹൈനിക്സ് തുടങ്ങിയ വമ്പന്മാർ ഇന്ത്യയിൽ വലിയ നിക്ഷേപം നടത്താൻ ഈ സന്ദർശനത്തോടെ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ സോഫ്റ്റ്വെയർ കരുത്തും കൊറിയയുടെ ഹാർഡ്വെയർ മികവും ഒന്നിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് വലിയൊരു ഡിജിറ്റൽ വിപ്ലവമാണ്. ഈ സന്ദർശനത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഷിപ്പ് ബിൽഡിംഗ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ നിർമ്മാതാക്കളാണ് കൊറിയ. കൊച്ചിൻ ഷിപ്പ്യാർഡും മറ്റ് ഇന്ത്യൻ കമ്പനികളുമായി ചേർന്ന് LNG ടാങ്കറുകൾ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഇന്നുണ്ടാക്കിയ കരാർ വലിയൊരു നാഴികക്കല്ലാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ കൊറിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കപ്പലുകൾ നിർമ്മിക്കുന്നതോടെ ഇന്ത്യ ആഗോള മാരിടൈം ഭൂപടത്തിൽ ഒരു വമ്പൻ ശക്തിയായി മാറും. ഇതിനായിട്ട് കപ്പൽ നിർമ്മാണ മേഖലയിൽ വിദഗ്ധ പരിശീലനം നൽകാനുള്ള പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ത്യയും കൊറിയയും തമ്മിലുള്ള വ്യാപാരം നിലവിൽ ഏകദേശം $27 ബില്യൺ ആണ്. എന്നാൽ ഇത് 2030 $50 ബില്യൺ ഉയർത്താനാണ് മോദിയും ലീയും തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലുള്ള CEPA കോംപ്രിഹെൻസീവ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്ന വ്യാപാര കരാർ കൂടുതൽ ലളിതമാക്കാനും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് കൊറിയൻ വിപണിയിൽ കൂടുതൽ സ്ഥലം നൽകാനും ധാരണയായിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഒരു ഇന്ത്യ കൊറിയ ഫിനാൻഷ്യൽ ഫോറം കൂടി രൂപീകരിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ പശ്ചിമേഷ്യൻ യുദ്ധങ്ങളും ചൈനയുടെ ഭീഷണികളും ലോകത്തെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇൻഡോ പസഫിക് മേഖലയിൽ സമാധാനവും സുരക്ഷയും ഉറപ്പാക്കാൻ ഇന്ത്യയും കൊറിയയും ഒന്നിച്ചു നിൽക്കും. പ്രതിരോധ ഉൽപ്പന്നങ്ങൾ സംയുക്തമായി നിർമ്മിക്കാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI,
6G ടെക്നോളജി തുടങ്ങിയ മേഖലകളിൽ സഹകരിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. സാംസങ്ങിന്റെ നോയിഡയിലെ പ്ലാന്റ് പോലെ കൂടുതൽ വലിയ ഫാക്ടറികൾ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ വരാൻ പോകുന്നു എന്നാണ് വിവരം. നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് K-പോപ്പും BTSഉം ഒക്കെ വലിയ ആവേശമാണ്. ഇതിനെ വെറും ഒരു വിനോദമായിട്ടല്ല നയതന്ത്ര വിദഗ്ധർ കാണുന്നത്. ഇത് രണ്ട് രാജ്യങ്ങൾക്കിടയിലുള്ള പീപ്പിൾ ടു പീപ്പിൾ കണക്ട് ആയിട്ടാണ്. ലീ ജെ മ്യൂങ്ങിന്റെ സന്ദർശന വേളയിൽ കൂടുതൽ വിദ്യാർത്ഥി വിനിമയ പദ്ധതികളും സാംസ്കാരിക കൈമാറ്റങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊറിയൻ ഭാഷാ പഠനത്തിനും ഇന്ത്യൻ യുവാക്കൾക്ക് കൊറിയൻ കമ്പനികളിൽ ജോലി ചെയ്യാനുമുള്ള അവസരങ്ങൾ വർദ്ധിക്കും. പ്രശസ്ത നയതന്ത്ര വിദഗ്ധനായ ജഗന്നാഥ പാണ്ഡവി നിരീക്ഷിക്കുന്നത് പോലെ മുൻപുണ്ടായിരുന്ന തണുപ്പൻ മട്ട് മാറി ഇന്ത്യയും കൊറിയയും ഇപ്പോൾ ഗൗരവകരമായ ഒരു പാർട്ണർഷിപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. വിയറ്റ്നാമിൽ മാത്രം 10,000 കമ്പനികളുള്ള കൊറിയയ്ക്ക് ഇന്ത്യയിൽ ഇപ്പോഴുള്ളത് 600ഓളം കമ്പനികൾ മാത്രമാണ്. ഇത് വലിയൊരു സാധ്യതയാണെന്ന് പ്രസിഡന്റ് ലീ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വമ്പൻ മാർക്കറ്റും കൊറിയയുടെ ടെക്നോളജിയും ചേരുന്ന ഈ സഖ്യം ഏഷ്യയിലെ പുതിയ ശക്തി കേന്ദ്രമായി മാറും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിന്റെ ഈ സന്ദർശനം ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയ്ക്ക് പുതിയൊരു ഊർജ്ജം നൽകിയിരിക്കുകയാണ്. ചൈനയുടെ മേലുള്ള അമിതമായ ആശ്രയിക്കൽ കുറയ്ക്കാനും ഇന്ത്യയെ ഒരു ആഗോള ഹബ്ബാക്കി മാറ്റാനും കൊറിയയുടെ സഹായം വളരെ നിർണായകമാണ്. 2026 ഈ സുപ്രധാന നീക്കങ്ങൾ വരും തലമുറയ്ക്ക് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നതിൽ സംശയമില്ല. പശ്ചിമേഷ്യയിൽ യുദ്ധം ആളിപ്പടരുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇപ്പോൾ UAE-യിലേക്കാണ്. സാമ്പത്തികമായി ഏറെ കരുത്തരായ UAE പോലും ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് അഥവാ സാമ്പത്തിക സുരക്ഷാ കവചം ഒരുക്കാൻ അമേരിക്കയുടെ സഹായം തേടിയിരിക്കുകയാണ്. എന്താണ് ഇതിനു പിന്നിലെ യഥാർത്ഥ കാരണം? യുദ്ധം UAE-യുടെ സാമ്പത്തിക അടിത്തറയെ ഇളക്കിയോ? പരിശോധിക്കാം. ഗൾഫ് മേഖലയിലെ സാമ്പത്തിക തലസ്ഥാനവും അതുപോലെ ആഗോള വ്യാപാരത്തിന്റെ കേന്ദ്രവുമായ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഇന്ന് കടുത്തൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. 2026 ഫെബ്രുവരി 28 ആരംഭിച്ച അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധം മാസങ്ങൾ പിന്നിടുമ്പോഴും അവസാനമില്ലാതെ തുടരുന്നത് പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളുടെ സമാധാനത്തെ മാത്രമല്ല, അത് സാമ്പത്തിക അടിത്തറയും സാരമായി ബാധിച്ചിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ സുസ്ഥിരത ഉറപ്പാക്കുന്നതിനായിട്ട് അമേരിക്കയുടെ സാമ്പത്തിക സഹായം തേടി UAE രംഗത്തെത്തിയിരിക്കുകയാണ്. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധം മൂലം ഉണ്ടായേക്കാവുന്ന വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളെ നേരിടാൻ ഒരു സാമ്പത്തിക സുരക്ഷാ കവചം ഫിനാൻഷ്യൽ സേഫ്റ്റി നെറ്റ് ഒരുക്കുന്നതിനെ കുറിച്ച് UAE-യും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായ UAE ഇത്തരമൊരു നീക്കത്തിന് തുനിയുന്നത് മേഖലയിലെ സാഹചര്യം എത്രത്തോളം ഗുരുതരമാണ് എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വാഷിംഗ്ടണിൽ കഴിഞ്ഞയാഴ്ച നടന്ന ഉന്നതതല യോഗങ്ങളിലാണ് UAE സെൻട്രൽ ബാങ്ക് ഗവർണർ ഖാലിദ് മുഹമ്മദ് ബാലാമ ഈ വിഷയം ഉന്നയിച്ചത്. US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ്, ഫെഡറൽ റിസർവ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചകളിൽ കറൻസി സ്വാപ്പ് ലൈൻ എന്ന ആശയമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. ലളിതമായിട്ട് പറഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന സാമ്പത്തിക ആഘാതങ്ങൾ നേരിടാൻ US ഡോളർ ലഭ്യമാക്കുന്ന ഒരു അടിയന്തര ക്രെഡിറ്റ് സംവിധാനമാണിത്. UAE-യുടെ സമ്പദ് വ്യവസ്ഥ നിലവിൽ തകർച്ചയിലാണ് എന്ന് ഇതിനർത്ഥമില്ല എങ്കിലും യുദ്ധം ദീർഘകാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ വിദേശ നിക്ഷേപകർ പണം പിൻവലിക്കുന്ന സാഹചര്യം ഒഴിവാക്കാനും വിദേശ നാണയ ശേഖരത്തിൽ കുറവുണ്ടാകാതെ നോക്കാനും ഇത്തരം മുൻകരുതലുകൾ അനിവാര്യമാണ് എന്ന് എമിറാത്തി അധികൃതർ കരുതുന്നു. ഇതൊരു ഔദ്യോഗിക അഭ്യർത്ഥനയല്ല, മറിച്ചൊരു മുൻകൂർ പ്ലാനിംഗ് മാത്രമാണ് എന്നവർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും വിപണിയിലെ ആശങ്കകൾ കുറയ്ക്കാൻ ഇത്തരമൊരു നീക്കം സഹായിക്കും. യുദ്ധം UAE-യുടെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ്. ലോകത്തെ മൊത്തം എണ്ണ വ്യാപാരത്തിന്റെ ഏകദേശം 20% കടന്നുപോകുന്ന ഹോർമുസ് കടലിടുക്കിനോട് ചേർന്ന് നിൽക്കുന്ന രാജ്യമെന്ന നിലയിൽ ഈ പാതയിൽ ഉണ്ടാകുന്ന ഏത് തടസ്സവും UAE-യിലേക്കുള്ള ഡോളർ വരവിനെ നേരിട്ട് ബാധിക്കും. ഇറാൻ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് എണ്ണക്കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങളും കടൽപാതയിലെ ഉപരോധങ്ങളും UAE-യുടെ എണ്ണ കയറ്റുമതിയെയും അതുപോലെ വരുമാനത്തെയും പ്രതികൂലമായി ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ഇതര മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം നടത്തിയെങ്കിലും ഇന്ധന വ്യാപാരത്തിൽ നിന്നുള്ള വരുമാനമാണ് ഇപ്പോഴും രാജ്യത്തിന്റെ പ്രധാന സാമ്പത്തിക സ്രോതസ് എന്ന് പറയുന്നത്. ഹോർമുസ് കടലിടുക്കിലെ അസ്ഥിരത മൂലം എണ്ണ വിതരണ ശൃംഖലയിൽ ഉണ്ടായ വിള്ളലുകൾ രാജ്യത്തെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിന് കനത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ UAE നേരിടുന്ന മറ്റൊരു വലിയ ഭീഷണി രാജ്യത്തിന് നേരെ ഉണ്ടാകുന്ന മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളാണ്. UAE-യുടെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി റീം അൽ ഹാഷിമി അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് പ്രകാരം യുദ്ധം ആരംഭിച്ചതു മുതൽ ഇതുവരെ 2800-ലധികം മിസൈലുകളും ഡ്രോണുകളുമാണ് രാജ്യത്തെ ലക്ഷ്യം വെച്ച് എത്തിയത് എന്നാണ്. ഇത്തരം ആക്രമണങ്ങൾ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ആഗോള നിക്ഷേപകരുടെ വിശ്വാസം തകർക്കാൻ ഇത് കാരണമാകും. ടൂറിസം, റിയൽ എസ്റ്റേറ്റ്, വിദേശ നിക്ഷേപം എന്നിവയിൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഇക്കണോമിക്ക് അസ്ഥിരത എന്ന് പറയുന്നത് വലിയൊരു ശാപമാണ്. അതിനാൽ തന്നെ സൈനികമായ പ്രതിരോധത്തിനൊപ്പം തന്നെ സാമ്പത്തികമായ ഒരു പ്രതിരോധ കവചം കൂടി വേണമെന്ന് UAE ഭരണകൂടം ആഗ്രഹിക്കുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിന്റെ ആഭ്യന്തര വികസനത്തിലും സുരക്ഷയിലും വിട്ടുവീഴ്ചയില്ല എന്ന സന്ദേശമാണ് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ യാസദ് അൽ നഹ്യാൻ നൽകുന്നത്. ഫുജൈറ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ മുഹമ്മദ് അൽ ഷർഖിയുമായും അദ്ദേഹം നടത്തിയ കൂടിക്കാഴ്ചയിൽ ദേശീയ മുൻഗണനകളെക്കുറിച്ചും ജനക്ഷേമത്തെക്കുറിച്ചും ദീർഘമായി ചർച്ച ചെയ്തു.
ചെയ്തിരുന്നു. ഫുജൈറ തുറമുഖത്തെ പ്രവർത്തനങ്ങൾ അവർ നേരിട്ട് വിലയിരുത്തുകയുണ്ടായി. UAE-യുടെ കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഫുജൈറ തുറമുഖം തന്ത്രപ്രധാനമായ ഒരു ആസ്തിയാണ്. ഹോർമുസ് കടലിടുക്കിനും പുറത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ യുദ്ധ സാഹചര്യത്തിൽ എണ്ണ കയറ്റുമതിയും അന്താരാഷ്ട്ര വ്യാപാരത്തിനും ഈ ഒരു തുറമുഖം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ബിസിനസ് തുടർച്ചയും അതുപോലെ പ്രവർത്തനക്ഷമതയും ഉറപ്പാക്കുന്നതിലൂടെ ആഗോള വ്യാപാര ഭൂപടത്തിൽ തങ്ങളുടെ സ്ഥാനം സംരക്ഷിക്കാൻ കഴിയുമെന്ന് UAE വിശ്വസിക്കുന്നു. എന്നിരുന്നാലും അമേരിക്കയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം തേടുന്നത് UAE സംബന്ധിച്ചിടത്തോളം ചില രാഷ്ട്രീയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. പൂർണ്ണമായും സ്വതന്ത്രമായ ഒരു സാമ്പത്തിക നയം പിന്തുടരുന്ന രാജ്യമെന്ന നിലയിൽ മറ്റൊരു ശക്തിയുടെ സാമ്പത്തിക താങ്ങ് തേടുന്നത് തങ്ങളുടെ കരുത്തിന് മങ്ങലേൽപ്പിക്കുമോ എന്ന ചിന്തയും ചില കോണുകളിൽ നിന്നുണ്ട്. ഇങ്ങനെയാണെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥകൾ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെയൊരു സാഹചര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ ഒരു രാജ്യത്തിന്റെ തകർച്ചയുടെ ലക്ഷണമായിട്ടല്ല, മറിച്ച് ദീർഘവീക്ഷണത്തോടെയുള്ള തന്ത്രപരമായ നീക്കമായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. 2008 ആഗോള സാമ്പത്തിക പ്രതിസന്ധിയുടെ സമയത്തും കോവിഡ് മഹാമാരിയുടെ കാലത്തും പല പ്രമുഖ രാജ്യങ്ങളും ഇത്തരം സ്വാപ്പ് ലൈനുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ചരിത്രപരമായ വസ്തുതയാണ്. UAE-യുടെ ഈ നീക്കം പശ്ചിമേഷ്യയിലെ മറ്റു രാഷ്ട്രങ്ങളെയും സമാനമായ തീരുമാനങ്ങളിലേക്ക് പ്രേരിപ്പിച്ചേക്കാം. യുദ്ധം നീണ്ടു നിൽക്കുകയാണെങ്കിൽ എണ്ണ വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്ന മറ്റു രാജ്യങ്ങൾക്കും ഇത്തരം സുരക്ഷാ മാർഗങ്ങൾ തേടേണ്ടി വരും. UAE പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ പൊതുജനങ്ങളുടെ ക്ഷേമമാണ് ഏതൊരു നയതന്ത്രത്തിന്റെയും കേന്ദ്രബിന്ദു. യുദ്ധം സാധാരണക്കാരുടെ ജീവിതത്തെയും രാജ്യത്തിന്റെ വികസന സ്വപ്നങ്ങളെയും ബാധിക്കാതിരിക്കാൻ ഭരണാധികാരികൾ നടത്തുന്ന ഇത്തരം നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചയാകും. പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയുടെ തന്നെ നിലനിൽപ്പിന് അത്യാവശ്യമാണെന്ന യാഥാർത്ഥ്യമാണ് ഈ റിപ്പോർട്ടുകൾ അടിവരയിടുന്നത്. ചുരുക്കി പറഞ്ഞാൽ യുദ്ധം വീട്ടുവാതിക്കലെത്തി നിൽക്കുമ്പോഴും പതറാതെ നിൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് UAE. ഏപ്രിൽ 22 അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധിക്ക് ശേഷം കാര്യങ്ങൾ എങ്ങനെ മറിയുമെന്ന് ആർക്കും അറിയില്ല. എങ്കിലും സാമ്പത്തിക സുരക്ഷാ കവചം ഒരുക്കുന്നതിലൂടെ ഒരു വലിയ ആപത്തിനെ മുൻകൂട്ടി തടയാൻ UAE-ക്ക് സാധിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. 2026 ഏപ്രിൽ മാസം എന്ന് പറയുന്നത് ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്നത് വലിയ അനിശ്ചിതത്വങ്ങളുടെയും അതോടൊപ്പം വലിയ പ്രതീക്ഷകളുടെയും കാലമായിട്ടാണ്. ഒരു വശത്ത് പാകിസ്ഥാൻ നടത്തുന്ന നയതന്ത്ര വഞ്ചനകൾ ഇറാൻ അമേരിക്ക ബന്ധത്തെ കൂടുതൽ വഷളാക്കുമ്പോൾ UAE പോലെയുള്ള സാമ്പത്തിക ശക്തികൾ പോലും അമേരിക്കയുടെ സാമ്പത്തിക സുരക്ഷാ കവചം തേടേണ്ടി വരുന്നത് യുദ്ധത്തിന്റെ ഭീകരതയാണ് നമുക്ക് കാണിച്ചു തരുന്നത്. എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും ഇന്ത്യയും ദക്ഷിണ കൊറിയയും തമ്മിലുള്ള പുതിയ സഖ്യം ലോകത്തിന് നൽകുന്നത് ശുഭസൂചന തന്നെയാണ്. ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന രാഷ്ട്രങ്ങൾ ഒന്നിക്കുമ്പോൾ അത് പുതിയൊരു ലോകക്രമത്തിന് തുടക്കമാകും. വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുന്ന കൂടുതൽ മാറ്റങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്.